സാർ നമസ്കാരം. ഇപ്പൊ നടക്കുന്ന നമസ്കാരം. വിഷയങ്ങളൊക്കെ സാർ അറിഞ്ഞല്ലോ. അതായത് കഴിഞ്ഞ ജൂലൈ 16-നാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായത്. അർജുൻ എന്ന് പറയുന്ന വ്യക്തി ജൂലൈ 16-ന് കാണാതായത് മുതൽ അന്ന് തന്നെ തെരച്ചിലൊന്നും തുടങ്ങിയില്ല. അതിനുശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ അവിടെ പോയി അത് വലിയൊരു വിഷയമാക്കി. കാർവാർ MLA ഒക്കെ അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അർജുന്റെ തെരച്ചിൽ അവിടെ അതിഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ശേഷവും സൈന്യത്തിനെ ഒന്നും അവർ വിളിച്ചിട്ടില്ല. സൈന്യമൊക്കെ അതിനുശേഷമാണ് വരുന്നത്. അതിനു മുമ്പ് മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേൽ, അർജുന്റെ വണ്ടിയുടെ ഉടമയായിട്ടുള്ള മനാഫ് എന്നിങ്ങനെയുള്ള ആൾക്കാരാണ് ആ തെരച്ചിലിന് നേതൃത്വം കൊടുത്തത്. ആ സമയത്തും അവിടെയുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയും അവിടെയുള്ള കാർവാർ MLA-യും പറയുന്നു ഈ വണ്ടി കിടക്കുന്നത് പുഴയിലാണ്. അപ്പൊ ഇവര് പറയുന്നു അല്ല, ഈ വണ്ടി കിടക്കുന്നത് പുഴയിലല്ല, മറിച്ച് ഈ വണ്ടി ആ മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് വന്ന മണ്ണ് കൂമ്പാരമായിട്ട് റോഡിൽ കിടപ്പുണ്ട്, അതിന്റെ മുകളിലാണ് ഇത് കിടക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ കർണാടക എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് അവർക്കാണ്. അവസാനം രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന വളരെ ബഹുമാന്യനായ വ്യക്തി പറയുകയാണ്, സൈന്യത്തിന്റെ കയ്യിലിരിക്കുന്ന എക്യുപ്മെന്റ്സ് എല്ലാം ടോയ്സ് ആണ്, എനിക്ക് വേണ്ട എക്യുപ്മെന്റ്സ് ഒന്നും ഇവർ തരുന്നില്ല എന്നുള്ളത്. അത് നീ ആരാണടാ നിനക്ക് വേണ്ട എക്യുപ്മെന്റ്സ് തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള SP അടക്കം ഇവനെ അടിച്ചോട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ഇയാൾ പറയുന്നത് കുഴൽക്കിണറിന് ഡിഗ് ചെയ്യാനുള്ള സ്ഥലമൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത്. സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ ആ മണ്ണിന്റെ മുകളിൽ JCB വെച്ച് മണ്ണ് മാറ്റുന്നത് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടാണ്. കാരണം ഒരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ണ് കൂടെ ഇടിഞ്ഞ് താഴോട്ട് വരും. അപ്പോഴാണ് ഇയാൾ അവിടെ കുഴൽക്കിണറിനെ അടിക്കാനുള്ള ഡ്രിൽ എനിക്ക് വേണമെന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്തിനുണ്ടാകുന്ന വൈബ്രേഷൻ ആലോചിച്ച് നോക്കൂ. ഇടയ്ക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അരുൺകുമാർ അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി. പിന്നെ മനാഫ് എന്ന് പറയുന്ന വ്യക്തി, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ രക്ഷാപ്രവർത്തനത്തെ അങ്ങേയറ്റം വൈകിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവസാനം പോലീസുമാരെല്ലാം പടിയടച്ച് പിണ്ടം വെക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തു സാർ. ഞാൻ വീഡിയോ ചെയ്തത് ഈ മനാഫിന്റെയും അരുൺകുമാറിന്റെയും ഈ രഞ്ജിത്ത് ഇസ്രായേലിന്റെ ഒക്കെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടി മീഡിയ മലയാളത്തിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഇപ്പൊ കാലം മാറി കഥ മാറി. സാറിന് അറിയാലോ, ഇപ്പൊ മനാഫ് എന്ന് പറയുന്നത് മറ്റേ നെന്മ മരമാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് നെന്മ മരങ്ങളുണ്ട്. ഇത്തരത്തിലൊരു നെന്മ മരമായിരുന്നു കാലം കാത്തുവെച്ച നിധിയാണ് എന്റെ ഫിറോസിക്ക എന്ന് പറയുന്ന ബിറോസിക്ക നെന്മ മരമായി വാഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ ആ ബിറോസിക്ക നെന്മ മരത്തിന്റെ സ്ഥാനത്തേക്ക് ഇപ്പൊ എത്തിയിരിക്കുന്നത് മനാഫിക്കയാണ്. മനാഫിക്ക നെന്മ മരമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ ഡ്രഡ്ജർ കൊണ്ടുവന്ന് അർജുന്റെ മൃതദേഹം കണ്ടെത്താനായിട്ട് മനാഫിക്ക നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ മനാഫിക്ക നെന്മ മരമായപ്പോ എന്റെ ആ പഴയ വീഡിയോ കുത്തിപ്പൊക്കി അജു സോൺ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയെ അവൻ വിമർശിച്ചു. എന്ന് പറഞ്ഞാൽ ഞാനൊരു വർഗീയവാദിയാണ്, എന്നെ പോലുള്ളവരെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ എന്നൊക്കെ രീതിയിൽ പുള്ളിക്കാരൻ വിമർശിച്ചു. നമുക്കറിയാം ഒരു സംഘപരിവാർ വിരുദ്ധനാണ് പുള്ളി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊന്നും ഒരു തെറ്റുമില്ല. ജനാധിപത്യത്തിൽ ഏത് മണ്ടനും അഭിപ്രായം പറയാമല്ലോ. അതുകൊണ്ട് ഞാൻ അത് അതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാത്രമേ എടുക്കുന്നു. അപ്പോ പക്ഷെ അതിന് നല്ല കാഴ്ചക്കാരുണ്ടായി. കാരണം എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ നല്ല കാഴ്ചക്കാരുണ്ടാവും. ഭയങ്കര കാഴ്ചക്കാരുണ്ടായി. 43K ആണ് അത് ചെയ്തിരിക്കുന്ന റീലാണ്. ആ റീലിന്റെ ലൈക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇന്നലെ അർജുന്റെ ഫാമിലി മനാഫിനെതിരെ ഒരു പത്രസമ്മേളനം വിളിച്ചു. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സാർ അറിയണം, അർജുന്റെ പേരിൽ പണം പിരിക്കുന്നു എന്ന് ഇവർ പറയുന്നു. ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ വല്ല ഈ ലോറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ലോറി എന്ന് പറയുന്നത് മുബീർ എന്ന് പറയുന്ന ഈ പുള്ളിയുടെ അനിയന്റേതാണ് ഈ ലോറി എന്ന് പറയുന്നത്. ഈ മനാഫ് യൂട്യൂബ് ചാനലുകളിലെല്ലാം നിരന്തരം ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആരോപണം ഈ കുടുംബത്തിന് നേരെ വന്നത് അർജുന് 75,000 രൂപയാണ് മനാഫിക്ക കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ആരോപണം ഏറിൽ നിന്നുണ്ടായി വരുന്നതാണ് കേട്ടോ. ഈ 75,000 രൂപ അർജുന് കൊടുക്കുന്നുണ്ടായിരുന്നു മനാഫ്. അപ്പൊ ആ ഫാമിലിക്ക് കിട്ടുന്ന പൈസ, അർജുന് കൊടുക്കുന്ന പൈസ ഈ ഫാമിലി വിറ്റ് പുട്ടടിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ അർജുന്റെ ഫാമിലിക്കെതിരെ സൈബർ ആക്രമണം ഇയാൾ കാരണം ഉണ്ടാകുന്നു. അർജുന്റെ കുട്ടിയെ എന്റെ 4ാമത്തെ കുട്ടിയായി ഞാൻ വളർത്തും എന്നുള്ളത് അവരുടെ ഫാമിലിയെ ചൊടിപ്പിച്ചു. ഇതിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഫാമിലി പറഞ്ഞതാണ് കാർവാർ MLA-യും അവിടെയുള്ള SP-യും അടക്കം ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിങ്ങൾ ഒരു പരാതി തന്നാൽ ഇവന്റെ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഫാമിലി പറഞ്ഞത്. അങ്ങനെ ഫാമിലി പറഞ്ഞ ആ സാഹചര്യത്തിൽ ഇവര് എന്ന് പറഞ്ഞാൽ മനാഫിന്റെ സഹോദരനാണല്ലോ മുബീൻ എന്ന് പറയുന്ന ആള്. അയാളോടുള്ള ആത്മബന്ധം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇയാൾക്കെതിരെ പരാതി കൊടുക്കാത്തതെന്ന് പറയുന്നു. അപ്പൊ ഇയാളോട് ഈ ഫാമിലി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ യൂട്യൂബിൽ ഇനി കൊടുക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ ഒന്ന് നിർത്തണം എന്ന് പറയാനായിട്ട് ഫാമിലി ഇയാളെ വിളിച്ചിരുന്നു. കാരണം ഇയാൾ യൂട്യൂബിലോട്ടുള്ള ഇന്റർവ്യൂസ് ഇയാൾ കൊടുക്കും തോറും ഇവർക്കെതിരെ സൈബർ ആക്രമണം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇയാൾ യൂട്യൂബിൽ പോയി പറയുന്നത് മനാഫിന്റെ വണ്ടി ഇവിടെ ഞാൻ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട്, എന്റെ
വീട്ടിനകത്ത് എന്റെ കാറ് പുറത്തിട്ടിട്ട് അവന്റെ വണ്ടി ഞാൻ അകത്തെടുത്ത് വെച്ചിരിക്കുകയാണ്, അർജുൻ തിരിച്ചു വരുമെന്ന് കരുതി. അപ്പൊ ഫാമിലി പറയുന്നത് അതങ്ങനെയല്ല. അർജുൻ ആക്ച്വലി വണ്ടി റിപ്പയർ ചെയ്യാൻ ഇയാളുടെ വീട്ടിനകത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്തതാണ്. വർക്ക്ഷോപ്പിൽ നിന്ന് അത് റിപ്പയർ ചെയ്ത് കിട്ടിയപ്പോ അർജുൻ എന്നാ പിന്നെ മനാഫിക്കയുടെ വീടല്ലേ, എന്റെ ലോറി ഉടമയുടെ ചേട്ടന്റെ വീടല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഞാൻ കയറ്റി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറ്റി വെച്ചതാണെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അങ്ങനെ ഒരുപാട് ആരോപണം, ഇയാൾ പണം പിരിക്കുന്നു എന്ന ആരോപണം, ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം, ഇയാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. സാർ ആലോചിച്ച് നോക്കണം, ഇയാൾ ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോ ഇയാൾ അവിടെ ഇരുന്ന് പറഞ്ഞത് ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഇയാൾ അവിടെ ഇരുന്ന് പറഞ്ഞത്. എന്നിട്ടാണ് ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോൾ ഇയാളുടെ മുഖം മാറും. ഇയാൾ പറയും അവനില്ലാതെ ഞാൻ തിരിച്ചു വരില്ല, അവനെ കൊണ്ട് മാത്രമേ ഞാൻ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഇയാൾ നാടകം കളിക്കും. അതിനുശേഷം ഡ്രഡ്ജർ അവിടെ എത്തിച്ചപ്പോ ഇനി ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് ഇയാൾ ചോദിച്ചത്. പിന്നെ ഡെയിലി ഇതിന്റെ അപ്ഡേറ്റ്സ് നടക്കുമ്പോൾ ഇയാൾ അവിടെ നിന്ന് യൂട്യൂബ് ചാനൽ വളർത്താനായിട്ട് ഇയാൾ അവിടെ നിന്ന് ലൈവ് ഇടും. എന്നിട്ട് ഇയാളുടെ സ്വന്തം സഹോദരനെ പോലെ ഒരാളാണ് ആ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നത് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ ഇയാൾ അവിടെ നിന്ന് പറഞ്ഞത്, ആഹാ ഇന്നെന്റെ യൂട്യൂബിൽ 300 പേര് കാണുന്നുണ്ടല്ലോ, ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് വലിയ ലൈവ് ഒക്കെ ഇടുന്നു എന്നുള്ള ആരോപണം ഇയാൾക്കെതിരെ അർജുന്റെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അർജുന്റെ കുടുംബത്തിനെ പാടെ എന്താണ് ഒരു ഇകഴ്ത്തിക്കാട്ടുന്ന ഒരു സമീപനമാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് മുബീനാണ് എന്നാണ് ഇവര് പറയുന്നത്. അയാളാണെങ്കിൽ ഒരു കാര്യത്തിനും മാധ്യമങ്ങൾ അയാളെ കണ്ടിട്ട് പോലുമില്ല. മാധ്യമങ്ങളുടെ മുമ്പിൽ അയാൾ നാടകം കളിക്കാൻ വന്നിട്ടില്ല, മാധ്യമങ്ങളുടെ മുമ്പിൽ അയാൾ ബൈറ്റ് കൊടുക്കാൻ വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല അയാൾ. അതേസമയം ഇയാൾ മുഴുവൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുകയാണ്, ബൈറ്റ് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ കാര്യം സാറിന് ഒരു കാര്യം മനസ്സിലായോ? അതായത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ സാറേ, ഇപ്പൊ നമ്മുടെ കേരളക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇതൊരു വൈറൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഈ വൈറൽ ആയിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ കേരളക്കരയിലുള്ള ആൾക്കാർ ആർക്കും, അവർക്ക് ഇഷ്ടപ്പെടുന്ന ആർക്കും പണം പിരിച്ച് ഒരുപാട് സഹായങ്ങൾ ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് എനിക്കും അങ്ങനെ ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഇപ്പൊ ചിലപ്പോ മനാഫ് പറയുകയാണ്, അയാൾ കരഞ്ഞോണ്ട് പറയാണ്, ലോറി കിട്ടാനുള്ള ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലോറി അവിടെ നിന്ന് എടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നതെന്നാണ് പല ദോഷേക ദൃക്കുകളും പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, അർജുന്റെ മൃതദേഹം മാത്രം പുറത്തെടുത്തിട്ട് ലോറി അവിടെ നിങ്ങൾ താത്തിയേരെ എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു വാക്കാണ്. അപ്പൊ ഇയാൾ വിചാരിച്ചു കാണും, പാവം മനാഫിക്ക പിരിക്കടാ പൈസ, എന്നിട്ട് മനാഫിക്ക് ലോറി മേടിച്ചു കൊടുക്കടാ എന്നൊക്കെ മലയാളികൾ ഇപ്പൊ പറയും എന്ന് ചിലപ്പോ ഇയാൾ വിചാരിച്ച് കാണണം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നു. പക്ഷെ അതല്ല സംഭവിച്ചത്. സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അർജുന്റെ ഫാമിലി ഇയാൾക്കെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെ ഇയാള് 18K സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന ഇയാളുടെ യൂട്യൂബ് ചാനൽ ഇന്ന് 180K സബ്സ്ക്രൈബേഴ്സ് ആയി ഒരു ദിവസം കൊണ്ട്. സംഭവം ആ രീതിയിലോട്ടാണ് മാറിയത്. ഇയാൾക്ക് മനസ്സിലായില്ലേ സാർ? ആ രീതിയിലോട്ട് മാറി. മലയാളികൾ ഒന്നടങ്കം അതിനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, അർജുന്റെ ഫാമിലി ഒരു സംഘപരിവാർ ഫാമിലിയാണ്. കണ്ടോ അവന്മാർ തനിനിറം കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായിട്ടുള്ള ആ ഫാമിലിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള നെറേറ്റീവ്സും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ആലുവയിൽ ഒരു കുട്ടി മരിച്ചപ്പോ, ആലുവയിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ച് അവിടെ മറ്റേ ചാക്കി കെട്ടി വേസ്റ്റിൽ കൊണ്ട് തള്ളിയല്ലോ. ആ സമയത്ത് രേവന്ത് ബാബു എന്ന് പറയുന്ന ഒരുത്തൻ പെട്ടെന്ന് ഇവിടെ നിന്നില്ലാതെ വരുന്നു. എന്നിട്ട് അയാൾ പറയാണ്, ഈ കുട്ടിയുടെ കർമ്മങ്ങൾ ഞാൻ ചെയ്യും, കാരണം ബ്രാഹ്മണന്മാർ ഈ കുട്ടിയുടെ കർമ്മങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരില്ല, ഇവരൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ടതായത് കൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാൾ വലിയ സ്റ്റാറായി. പിറ്റേ ദിവസമാണ് മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് കർമ്മം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ഇയാൾ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രളയ സമയത്ത് ഈ പ്രളയത്തിനായിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നല്ലോ. ഒരാൾ ഇങ്ങനെ നടുവളച്ച് അയാളുടെ നടുവിൽ ചവിട്ടി വള്ളത്തിലേക്ക് കയറുന്ന ഒരു സ്ത്രീയുടെ, അയാൾക്കും വലിയ രീതിയിലുള്ള പ്രശംസ കിട്ടുന്നു, ആഘോഷിക്കുന്നു. അവസാനം നമ്മൾ മനസ്സിലാക്കി ഇവൻ ഏതോ ഒരു പിടിച്ചുപറി കേസിലെ പ്രതിയാണ്, പിടിച്ചുപറി കേസിൽ അകത്തായി എന്നൊക്കെ രീതിയിൽ ആഘോഷിക്കുന്നു. അപ്പോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങളെ ഇയാൾക്ക് സ്വാധീനിക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളത് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത്തരത്തിൽ ഇങ്ങനെ ഗിമിക്സ് കാണിച്ച് ഈ അർജുനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ വിറ്റ് തിന്നുന്ന ആൾക്കാരെ എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ, കേരളത്തിലെ മാധ്യമങ്ങളാണ് ആദ്യത്തെ എന്താ പറയുക അക്യൂസ്ഡ് ആണ് ഈ കേസിൽ. അവരുണ്ടാക്കി കാണിച്ച പബ്ലിസിറ്റി. ഇപ്പോഴും ആ പുഴയിൽ ഒരു ടാങ്കർ കിടക്കുന്നുണ്ട്, ഒരു ഗ്യാസ് ടാങ്കർ. ഓക്കെ, ആ ഗ്യാസ് ടാങ്കറിൽ ഉണ്ടായിരുന്ന 2 ഡ്രൈവേഴ്സിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അവരെ പറ്റി ആരും ചോദിക്കില്ല. അവരുടെ പേര് മോൾക്ക് ആൾക്കാർക്ക് അറിഞ്ഞൂടാ. ലോകേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഒരാളുടെ പേര് അതിന്. ഒരു 2 വീലർ ആയിരുന്നു അദ്ദേഹം ഓടിച്ചത്. അതല്ലാണ്ട് വേറൊരു 2 ഡ്രൈവർമാരെ അതിൽ കാണാനില്ല. അവരും ആ ഇതിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. അവരെ പറ്റി ആരും ചോദിക്കുന്നില്ലല്ലോ. എനിക്കിത് ഇഷ്ടമാണ്. എനിക്ക് വളരെ കൗതുകം തോന്നാറുണ്ട്. സഞ്ജു സാംസന്റെ കേസ് വരുമ്പോൾ ക്രിക്കറ്റിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നു. ശരി,
പക്ഷേ രോഹിത് ശർമ്മ വരുമ്പോൾ രോഹിത് ശർമ്മയുടെ സ്റ്റേറ്റ് പറയില്ല കേട്ടോ. അതോ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി വേറെ ആരെങ്കിലും ക്രിക്കറ്റർ വന്നു കഴിഞ്ഞാൽ അവർ ഏത് സ്റ്റേറ്റിൽ നിന്നാന്ന് പറയില്ല. നമ്മൾ ആദ്യം ഇന്ത്യൻസ് ആണ്, അത് മറക്കരുത്. വി ആർ ഇന്ത്യൻസ് ഫസ്റ്റ് ആൻഡ് ബാക്കി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഈ കേസിൽ നമ്മൾ കണ്ടു അവിടെ ആദ്യത്തെ ഒരു ആഴ്ച ഒരു മീഡിയ സാച്ചുറേഷൻ ആയിരുന്നു. ലൈവ്, കണ്ടിന്യൂസ് ലൈവ് ആയിരുന്നു. എന്തിനാ? എല്ലാ ചാനലിനും വേണ്ടത് TRP ആണ്. അർജുൻ പോയെങ്കിൽ പോയി, ഞങ്ങൾക്ക് TRP വേണം. അർജുന്റെ പേര് പറഞ്ഞ് മുനാഫ് കാശുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും കാശുണ്ടാക്കണം. ഇതായിരുന്നു അവിടെ തോട്ടം. അവസാനം നമ്മൾ കണ്ടു ആർമിക്കാർ വന്നിട്ട് ആർമിക്കാരെന്തോ പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്ന് ഇഷ്ടങ്ങളൊക്കെ പിടിച്ചെടുത്ത് മാറ്റാൻ പറഞ്ഞു കളക്ടർ അടുത്ത്. അതാണ് ഉണ്ടായത്. അതേ നമ്മുടെ അവിടെ ഒരു പർട്ടിക്കുലർ ആങ്കർ ഉണ്ട്, ഞാൻ അവരുടെ പേരെടുക്കുന്നില്ല അവിടെ, ധനുഷ്. ആ അദ്ദേഹം അവിടെ പോയിട്ട് ചെയ്ത് കാട്ടിയ ഓരോ ഡ്രാമ നമ്മൾ കണ്ടു അവിടെ കണ്ടു. എന്താണ് ഒരു ട്രാജഡി. ഇവരെ നമ്മൾ ഇംഗ്ലീഷിൽ വൾച്ചർ ടൂറിസം എന്ന് പറയും. ഈ എന്തെങ്കിലും ദുരന്തം ഉണ്ടായ കാണാൻ വേണ്ടി നൂറുകണക്കിന് ആൾക്കാർ വരും. അവരവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനല്ല, വന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ എന്താ നടക്കണത്, എത്ര ആൾക്കാർ മരിച്ചു. വയനാടിനെ കണ്ടു, വയനാട്ടിൽ കുറേ പേര് ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നു, കാണാനും കുറേ പേര് വന്നിരുന്നു. എന്താ നടന്നത് നമുക്കൊന്ന് കാണാനല്ലോ എന്നാണ്. ഇതൊരു വൾച്ചർ ടൂറിസം എന്ന് നമ്മൾ പറയും, വൾച്ചറാണ് ഇത് ഇവരൊക്കെ. അതേ കേസാണിത്. ഒരു ട്രാജഡി നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ മാതിരി അർജുൻ്റെ മൃതദേഹം വെള്ളത്തിൻ്റെ അടിയിലാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. നേവിക്കാർ ഇൻഡിക്കേറ്റ് ചെയ്തു. ഇൻഫാക്ട് ആ ബോഡി കിട്ടിയത് നമ്മുടെ നേവിയുടെ ഒരു എക്സ്പേർട്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടാണ് അവസാനം എക്സാക്ട് സ്പോട്ട് അവിടെ തന്നെയാണ് അർജുൻ്റെ ബോഡി കിട്ടിയത്. മേജർ ഐ തിങ്ക് ഇന്ദ്രപാലൻ എന്തായിരുന്നു അങ്ങനെ പേര്, മേജർ ജനറൽ ഇന്ദ്രപാലൻ, റിട്ടയർഡ് ആയിരുന്നു ആർമിയുടെ. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഈ നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി 2018 പ്രളയമായാലും ഇപ്പോഴായാലും പബ്ലിസിറ്റി എടുക്കാൻ വേണ്ടി കുറേ പേര് വരും, കുറേ പേര്. അതിന് വേണ്ടിയിട്ടായിട്ട് ഈ പറഞ്ഞ മാതിരി ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ടാവും. അതിൻ്റെ ഒരു കാറ്റഗറിയിൽ വരും ഈ മുനാഫ്. മുനാഫിന് വേറെ ഒന്നല്ല വേണ്ടത്, ഈ പറഞ്ഞ മാതിരി മനാഫ് ഈ ഇത് കഴിഞ്ഞ മുങ്ങുവാള്, ഇനി അഡ്രസ് ഉണ്ടാവില്ല. ഇതിനു മുമ്പ് നമ്മൾ കണ്ടു നമ്മുടെ അവിടുത്തെ നമ്പർ 1 ടെലിവിഷൻ ചാനലിൽ ഒരുത്തം വന്നിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ ഒരു ഡൈവറാണ്, അവൻ അതാണ് ഇതാണ്, ഞാൻ അതിൻ്റെ വെള്ളത്തിനുള്ളിൽ ചാടി എടുത്തിട്ട് വരുന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം മനസ്സിലായി അവനൊരു ഫ്രോഡാണെന്ന്. ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യില്ലാണ്ടാണ് ഇവരെയൊക്കെ കയറ്റിയിരുത്തി സ്റ്റുഡിയോയിൽ കയറ്റിയിരുത്തി വലിയ വലിയ ആൾക്കാരാക്കുന്നത്. അല്ല, ഇത്രയും നാൾ അവര് പറഞ്ഞുകൊണ്ടിരുന്നത് ലോറി ഉടമ മനാഫ് എന്നാണ്. അപ്പൊ ഇന്നലെയാണ് മനസ്സിലായത് ആ ലോറി പോലും ഇയാളുടെ സ്വന്തമല്ല എന്ന് മനസ്സിലാവുന്നു. അല്ല, അതാ പറഞ്ഞെ. അപ്പൊ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇല്ല. എന്നിട്ട് സാറ് ഇയാൾ പറഞ്ഞ ഒരു കാര്യം സാറിന് അറിയാമോ? അർജുന്റെ കർണാടകയെ കുറിച്ച് എന്തായാലും അറിയാന്നുള്ളവർക്ക് കർണാടകക്കാർക്കായിരിക്കുമല്ലോ, ആ ഗംഗാവലി പുഴയെ കുറിച്ച് അറിയാന്നുള്ളത് അവർക്കായിരിക്കുമല്ലോ. അവര് പറയുന്നത് ഒന്നും വകവയ്ക്കാതെ അവര് പറയുന്നുണ്ട് പുഴയിലാണ് ലോറി കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നു അല്ല, അർജുന്റെ ഫോൺ റിങ് ചെയ്തു, അർജുൻ ലോറിക്കകത്ത് മറ്റേ വെള്ളമുണ്ട്, അത് കുടിച്ച് അർജുന് ജീവിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള നെറേറ്റീവ്സ് ഇങ്ങനെ അടിച്ചിറക്കുകയാണ്. എന്നിട്ട് ഈ രക്ഷാപ്രവർത്തനത്തെ വഴിതിരിച്ചു വിടുകയാണ് ഇയാൾ. പബ്ലിസിറ്റി ഇതാണ് എല്ലാവർക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു സൈഡിൽ നമ്മുടെ മാധ്യമം അവിടുത്തെ ചാനൽസ്, കേരളത്തിൽ വേറെ ഏതെങ്കിലും തമിഴ്നാട്ടിൽ എത്ര പേരായാലും മരിച്ചിട്ടുണ്ടായിരുന്നു, 2-3 പേര് തമിഴ്നാടുകാർ മരിച്ചു പോയാലും അവിടുത്തെ ഏതെങ്കിലും ചാനലിൽ നമ്മൾ കണ്ടു? കർണാടകത്തിലെ ഏതെങ്കിലും ചാനലിൽ കണ്ടു? കർണാടകത്തിലാണ് നടന്നത്. അങ്കോല എന്ന് പറയും ഈ സ്ഥലം. അങ്കോല എന്ന് പറഞ്ഞാൽ ധനുഷ് ട്രാവൽ ചെയ്യും. ഞാൻ ആയിക്കോട്ടെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കുറേ വർഷം. ഹൈദരാബാദിൽ നിന്ന് എൻ്റെ മോള് മണിപ്പാലിൽ പഠിക്കുമ്പോൾ കാർ എടുത്ത് ഞാനും എൻ്റെ വൈഫും വരാറുണ്ട്. അത് ബേസിക്കലി നമ്മൾ ഗഡക് ഹൂബ്ലി എന്ന് പറഞ്ഞ അങ്കോല കഴിഞ്ഞ് നമ്മൾ കോസ്റ്റൽ ഹൈവേയിലേക്ക് കയറുകയാണ്. ഗോകർണ അവിടുന്ന് തുടങ്ങുകയാണ്. പിന്നെ ഈ പുഴ ഒരു സൈഡ് ഉണ്ടാവും, കടൽ ഒരു സൈഡ് ഉണ്ടാവും. അത് നമ്മൾ കുന്നുകളാണ് കാണുക, കുന്നുകൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോപ്പോഗ്രഫി മനസ്സിലാക്കുന്ന ആൾക്ക് അറിയാം ഈ മണ്ണ് ഇടിയും വങ്കട ഇടിയും എന്നുള്ള കാര്യം. ഇത് ആദ്യമായിട്ടല്ല നടക്കുന്നത് ലാൻഡ് സ്ലൈഡ് ആ ഏരിയയിൽ. ആ കോസ്റ്റൽ ഹൈവേ പണിയതിന് മുമ്പ് അവിടെ കുറെ ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എക്സ്പേർട്സ് ഇല്ലാത്ത ആൾക്കാർ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് വയനാട് വന്നത്. വയനാട് വന്നപ്പോൾ ആ അർജുന എല്ലാവരും മറന്നു. ഒരു 15 ദിവസം എല്ലാവരും വയനാട്ടിലായി. അത് ഞാൻ പറയുമ്പോ സാറിന് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഒരു കാര്യം ചോദിക്കാനുണ്ട് എനിക്ക്. അതായത് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി സഹായിക്കാൻ വന്നത് മനാഫ്, അതായത് ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ സഹായിക്കുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നെറേറ്റീവ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കാൻ വരുന്നത് എന്തുകൊണ്ടാണ് ഇവർക്കൊരു മനുഷ്യനെ സഹായിക്കാനായിട്ട് വരുന്നു എന്നുള്ള നെറേറ്റീവ് കൊണ്ടുവരാത്തത് എന്നുള്ളതാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ സാറ് തുറന്നു നോക്കൂ, ഇതാണ് നടക്കുന്നത്. അതായത് കേരളത്തിന്റെ മാതൃക ഇതാണ്, മുസ്ലിം ഒരു ഹിന്ദുവിനെ സഹായിക്കുന്നു, കണ്ടോടാ ഇതാണ് ഞങ്ങളുടെ കേരളത്തിന്റെ മാതൃക. അതേസമയം വയനാട്ടിൽ ഇനിയും 150 പേര് ആ മണ്ണിനടിയിൽ കിടപ്പുണ്ട്. അവിടെ ഇങ്ങനെ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാനായി ആളില്ല. മനസ്സിലായില്ലേ? അവിടെ ഇങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം നെറേറ്റീവ് സൃഷ്ടിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മണ്ണിനടിയിലായപ്പോൾ മണ്ണിനടിയിൽ കിടന്നോട്ടെ, അവിടെ അന്ത്യവിശ്രമം കൊള്ളട്ടെ എന്ന് പറഞ്ഞ്
ഒരു അർജുനെ ഇവര് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു മനുഷ്യനെ സഹായിക്കുന്നു എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? മനാഫ് എന്ന് പറയുന്ന ഒരു പേരും അർജുൻ എന്ന് പറയുന്ന ഒരു പേരുമാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഇപ്പൊ തെളിഞ്ഞു വരുന്നു എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട എക്സാക്ട് കാരണം, ഈ അർജുന്റെ ഫാമിലിയിലുള്ള മനാഫിനെതിരെ, അയാള്, ഞാൻ പറയട്ടെ, അർജുന്റെ അളിയൻ ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളി പറയുന്നത് ഞങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടാകുന്നു, ബോഡി കിട്ടി, അത് സംസ്കരിച്ചു, അത് അവിടെ കഴിഞ്ഞു, ഇനിയെങ്കിലും മനാഫിക്കയോട് നിങ്ങൾ പുറത്തു പോയി ലൈവ് ഇടല്ലെന്ന് പറയണം. കാരണം അങ്ങനെ ഇടുമ്പോൾ നാട്ടുകാർക്കിടയിൽ ഇവരുടെ കുടുംബത്തിന് ഒരു ബാഡ് ഇമേജ് ഇടാവുന്നുണ്ട്. വളരെ ന്യായമായിട്ടുള്ള ഒരു സംഭവമാണ്. ആ ന്യായമായിട്ടുള്ള ഒരു കാര്യം അയാൾ പറയുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് തപ്പി ഇയാളൊരു സംഘപരിവാറുകാരനാണ്, മനാഫിക്ക ഒരു മുസ്ലിം ആയതുകൊണ്ട് കണ്ടില്ലേ കേരളമേ മനാഫിക്കെതിരെ ഇയാൾ നടത്തുന്ന ആ ഒരു എന്താണ് സൈബർ ആക്രമണം, മനാഫിക്കയ്ക്ക് നന്ദിയില്ലാത്തവൻ, നാണമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വൃത്തികെട്ട രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്ന ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതാണ് ധനുഷിന്റെ വീഡിയോ തന്നെ എത്രയോ പേര് കയറി കോമന്റ് അടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നാണം കെട്ട ചാണകം, അത് ഇത് സാങ്കേതികി എന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് ധനുഷ് ഒരു സെക്യുലർ ആണെന്നുണ്ട്. ഞാനൊരു മലപ്പുറത്തെ സ്റ്റോറി എന്തെങ്കിലും ചെയ്തു, മലപ്പുറത്ത് ഒരാളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ധനുഷ് ഹീറോ. അതാണ് അവിടുത്തെ ചാനലുകളെല്ലാം ട്രൈ ചെയ്യണേ. നമ്മുടെ അവിടുത്തെ ഞാൻ കാര്യം പറയാം, നമുക്ക് സത്യം പറഞ്ഞാൽ മതി. നമുക്ക് അങ്ങനെ ഹീറോ ആവാൻ വേണ്ടി കള്ളം പറയേണ്ട ആവശ്യം നമുക്കില്ല. അതാണ് നമ്മുടെ കാലത്ത് ഒരു ന്യൂസ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ ആ ന്യൂസ് ചാനലിൽ പറഞ്ഞ 8-10 ന്യൂസ് ഐറ്റം കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയാം ഒരു ബെന്റ് ഓഫ് മൈൻഡ് ഉണ്ട് നമ്മളവിടെ. ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ പ്രേസ് ചെയ്യാന്നുണ്ട്. അത് നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ ഒരു കമ്മ്യൂണിറ്റിയെ പ്രേസ് ചെയ്യും, അതേസമയത്ത് ഹിന്ദുവോ അവൻ പോട്ടെ, അവനോടെ കിടക്കട്ടെ പറയും. ഇതാണ് ഒരു ആറ്റിറ്റ്യൂഡ്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അവൻ ജാതി മതം, അവൻ വേറെ എന്തെങ്കിലും പറയും, അവൻ കാസ്റ്റ് ഫീലിംഗ് കൊണ്ടുവരും, അവര് എന്താ പറയുക കല്ലിനെ പൂജിക്കും. ഇതൊക്കെയാണ് ഹിന്ദുക്കളുടെ നേരെ പറയാം. പക്ഷേ ഈ നെറേറ്റീവ് ഞങ്ങളുടെ നാട്ടിൽ കാശ് പിരിക്കൽ പരിപാടി ഉണ്ടായിട്ടുണ്ട് ചിലർക്ക് വേണ്ടിയിട്ട്. ആ കാശ് പിരിച്ചു കഴിഞ്ഞാൽ കോടികൾ പിരിച്ചുണ്ടാക്കി. നമ്മുടെ നാട്ടിൽ എത്രയോ കുട്ടികൾക്ക് ഇതേ സിറ്റുവേഷനിലുണ്ട്. എത്ര പേര് കാശ് പിരിച്ച ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? ഞാൻ ചോദിക്കട്ടെ. ഞാൻ പിരിച്ചതിന് തെറ്റ് പറയല്ല, നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷെ ആ കുട്ടി ജീവിച്ചു പോയാൽ അത് നമുക്ക് വേറെ കാര്യം. എല്ലാവർക്കും പിരിക്കണം കാശ്. അത് ഗൾഫിൽ നിന്ന് വന്നോ എവിടെ നിന്ന് വന്നോ നമ്മൾ നോക്കേണ്ട ആവശ്യം. ഏത് കുട്ടിക്കും ഒരു ഇഞ്ചക്ഷൻ വേണോ, എന്തെങ്കിലും വേണോ, സ്പെഷ്യലായിട്ടുള്ള വേണോ, അതിന് കോടികളാവുന്നതാണ്. എല്ലാവർക്കും പിരിച്ചു കൊടുക്കണം. അല്ലാണ്ട് സമാനമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു സാറിന് അറിയാമോ? നമ്മുടെ ഇപ്പോ അബുദാബിയിൽ ഗൾഫിൽ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മളിപ്പോ 35 കോടി പിരിച്ചല്ലോ, സാർ അറിയാമോ? എന്താ അബ്ദുൾ റഹ്മാനോ അങ്ങനെ എന്താണ് പുള്ളിയുടെ പേര്. ഇതേ സമാനമായിട്ടുള്ള കാര്യം അബ്ദുൾ റഹ്മാന് വേണ്ടി പിരിച്ച അതേ സമയം എന്തുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. അയ്യോ, അത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. നിമിഷപ്രിയ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ക്രിമിനലാണ്. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് ക്രിമിനലാണ്, അവിടെ പെട്ടുപോയതാണ്. അപ്പൊ ഞാൻ ചോദിക്കും, എനിക്ക് ആ കാശ് പിരിച്ചതിലോ നിങ്ങൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പിരിക്കാത്തതിലോ ഒന്നുമല്ല എന്റെ കൺസേൺ. എന്റെ കൺസേൺ എന്ന് പറയുന്നത് പ്യുവർലി എനിക്ക് അറിയേണ്ട കാര്യം, നമ്മൾ ഈ അറബി, ഞാൻ നാളെ അവിടെ ചെല്ലുന്നു, എന്നെ വേണമെങ്കിൽ ഒരു അറബിക്ക് പിടിച്ച് എന്ത് പറഞ്ഞ അവരുടെ നാടാണ്, അവരെ പിടിച്ച് ജയിലിലിടാം. അവരെ പിടിച്ച് ജയിലിലിടുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ രക്ഷിക്കാനുള്ള നയതന്ത്രമാണോ നോക്കേണ്ടത്? അത് ഒരു തെറ്റാണെങ്കിൽ, മറിച്ച് നിങ്ങൾ എല്ലാവരും കൂടെ കാശ് പിടിച്ച് എനിക്ക് തരികയാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള മലയാളികളെ മുഴുവൻ ഓരോ ദിവസം ഓരോ അറബിക്ക് പിടിച്ച് കള്ളക്കേസി കുടുക്കി പിടിച്ച് ജയിലിലിട്ടിട്ട് മലയാളികളുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ച് എണ്ണ കച്ചവടമൊന്നും അവർക്ക് വേണ്ടല്ലോ, അങ്ങനെ അവർക്ക് ജീവിച്ചൂടെ? അല്ല, വളരെ ക്ലിയർ ആയിട്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. സാറിന് എന്താ തോന്നുന്നത്? അതാണ് ഞാൻ സെലക്റ്റീവ് അപ്രോച്ചാണ്. അവിടെ ഗൾഫിൽ ഇപ്പൊ എത്ര ജയിലിൽ എത്ര ആൾക്കാർ കിടപ്പുണ്ട്, ഡെത്ത് സെന്റൻസ്, ഈ പറഞ്ഞ ഒരു കൊലപാതകം എന്തെങ്കിലും ഉണ്ടായിട്ട് ചിലപ്പോൾ തെറ്റായി ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ബ്ലഡ് മണി എന്ന് പറയുന്നത്, നമ്മൾ ബ്ലഡ് മണി കൊടുത്ത് ഈ കേസിൽ അത് ബ്ലഡ് മണി എന്താണ് ബാക്കിയുള്ളവർക്ക് ചെയ്യാത്തത്? എന്താണ് ഒരാൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത്? എനിക്കത് മനസ്സിലാത്ത. അവിടെ എത്രയോ 10, 40, 50 പേരെങ്കിലും മിനിമം ഉണ്ടാവും. ധനുഷിന് ഒരു റിസർച്ച് ചെയ്താൽ കിട്ടും ആ നമ്പർ. എന്താണ് അത് ചെയ്യാത്തത്? അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പബ്ലിസിറ്റി ആയിരിക്കും. ഒരു കമ്മ്യൂണിറ്റി വരുമ്പോൾ ഇവരെ നമുക്ക് കാണിക്കണം. അതേ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇസ്രയേലിൽ ഒരു പെൺകുട്ടി മരിച്ചപ്പോ, ഹമാസിന്റെ സ്ട്രൈക്കിൽ മരിച്ചപ്പോ, എവിടത്തെ ഒരു മന്ത്രിമാര് മോൾക്ക് ട്വീറ്റ് ചെയ്തില്ല. ഒരാളെ ട്വീറ്റ് ചെയ്തിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്തു അപ്പൊ തന്നെ. സൗമ്യ. അതെന്താണ് അങ്ങനെ? അത് ഹമാസ് കൊന്ന കാരണം. ഹമാസ് വളരെ എന്താ പറയാ, മഹാത്മാഗാന്ധി കഴിഞ്ഞ ഏറ്റവും വലിയ മഹാത്മയാണ് ഹമാസ്. അവര് ചെയ്ത ഒരു കുഴപ്പമില്ല, അതെനിക്ക് മനസ്സിലാവും. അതേ സമയത്ത് വേറെ ഒരു ഹിന്ദു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ UP-യില് എന്തെങ്കിലും ഒരു പശുവിന്റെ കേസോ എന്തെങ്കിലും പറഞ്ഞ് ഒരുത്തരെ അടിച്ചു കഴിഞ്ഞാൽ അത് ന്യൂസ് ആവുന്നുണ്ട് വല്ലാതെ മലയാളം മാധ്യമത്തിൽ. ഇതാണ് എനിക്ക് ഈ സെലക്റ്റീവ് അപ്രോച്ച്. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാറ്. ഈ വിചാരം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ പേര് നമ്മളൊക്കെ പൊട്ടന്മാരാണ്, നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എസ്പെഷ്യലി കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്ക് വളരെ നന്നായിട്ട് അറിയാം. അതിൽ ഏറ്റവും വലിയ രസം എന്താ അറിയോ സാറേ?
സാറ് ഒന്ന് ആലോചിക്കണം, ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ ഏറ്റവും വലിയ ഭീകരൻ മരിച്ചപ്പോ കേരളത്തിലുള്ള ഇവിടെയുള്ള സുഡാപ്പികളെ മുഴുവൻ അവന്റെ കാല് നക്കി ഇവിടെ കരഞ്ഞ് നിലവിളിച്ച് പ്രതിഷേധം, അവന് വേണ്ടി പൂമാല ഇടലായിരുന്നു. അതേസമയം നമ്മുടെ ഒരു സഹോദരി നേഴ്സായിട്ടുള്ള സൗമ്യ ഇവിടെ ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ ഇസ്രായേലിന് മരിച്ചപ്പോ ഇവിടെയുള്ള ഒരു മന്ത്രിക്ക് പോലും പറ്റിയില്ല അവർക്ക് ഒരു ആദരാഞ്ജലി ഇടാൻ. എന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാണി സി കാപ്പൻ മാത്രമാണ് ഓടാ പുല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് ആദരാഞ്ജലി ഇട്ട് അവരുടെ വീട്ടിൽ ചെന്ന് കണ്ടത് തോന്നുന്നു. അതാണ് ഇത് ഞാൻ പറയാൻ കാരണം എന്താണ് ധനുഷ്, ഈ സെലക്റ്റീവ് ഞാൻ ഹനിയ മാത്രമല്ല, ഇപ്പൊ ഈ നസറുള്ള മരിച്ചപ്പോഴും കുറെ പ്രൊസഷൻ ഉണ്ടായിരുന്നു കുറെ സ്ഥലത്ത് വെച്ചിട്ട്. അത് ഏത് വലിയൊരു മഹാത്മാ മരിച്ച മാതിരിയാണ് ഇവർ പറഞ്ഞത്. ഇത്ര ആൾക്കാരെ കൊന്ന ആളാണ്. ശരി, നിങ്ങൾ ഇസ്രായേലിക്കാരെ പറ്റി പറയും, ഇസ്രായേലിന്റെ കൊന്ന എത്ര പേരെ കൊന്ന കുഴപ്പമില്ല, പക്ഷെ അമേരിക്കക്കാരെ കൊന്നില്ലേ 300 പേര്, അതിന്റെ കണക്കാർ പറയും. ഇതാണ് നമ്മുടെ ഷുക്കൂറും പാർട്ടികളൊക്കെ കുറെ പേരുണ്ടായിരുന്നില്ല അങ്ങനത്തെ. ഈ സെലക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് ഞാൻ പറഞ്ഞ ഈ ഈ ഡിബേറ്റും പരിപാടികളൊക്കെ ഇല്ലേ, നമ്മുടെ 8 മണി തൊട്ട് 9 മണി വരെ നടക്കുന്ന ഡിബേറ്റ്. ധനുഷെ, കേരളത്തിന് പുറത്ത് ഒരു മലയാളി ഇത് കടന്നു കാണുക നമുക്ക് സമയമില്ല. ഇതിനൊന്നും ആൾക്കാർക്ക് സമയമുള്ള ഇതേമാതിരി 15-20 മിനിറ്റ് എന്തെങ്കിലും പറയാ കേക്ക് പോവാന്നാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ 1 മണിക്കൂർ കിടന്ന് അവിടെ കിടന്ന് തല്ലുപിടിച്ച് തല പൊളിച്ച് ഈ പറഞ്ഞ മാതിരി അൻവർ എന്ത് പറഞ്ഞു, മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു, PR ഏജൻസി എന്ത്, ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. മലയാളം മാധ്യമം എന്ന് പറഞ്ഞാൽ കിണറ്റിൽ കിടക്കുന്ന തവളയുടെ മാതിരി. അവരുടെ വിചാരം അതാണ് ലോകം എന്ന്. അല്ല, അതിന് പുറത്ത് വേറെ ഒരു വലിയ ലോകമുണ്ട്. ഞങ്ങളെ മാതിരിയുള്ള ആൾക്കാർ അന്യനാട്ടിൽ താമസിക്കുക, അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ ഞങ്ങൾ കാണുന്ന ഇവിടുത്തെ ചാനൽസിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ചാനൽസൊക്കെ കാണും. അല്ലാണ്ട് നിങ്ങളുടെ മാതിരി ഒരു തരം സെക്യുലറാണ് നമ്മൾ ആ സെക്യുലറിസം എനിക്ക് വേണ്ട. ഓക്കെ, അത് നിങ്ങൾ വീട്ടിൽ വെച്ചാൽ മതി, നിങ്ങളുടെ പെട്ടിയിൽ കൂട്ടി അവിടെ എടുത്ത് വെച്ചാൽ മതി. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അർജുന്റെ ഫാമിലി അതിഭീകരമായിട്ടുള്ള സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവര് നേരിടുന്ന ആരോപണം എന്ന് പറയാൻ, മനാഫ് അർജുന് കൊടുക്കുന്നത് 75,000 രൂപ സാലറിയാണ് ഒരു ലോറി ഓടിക്കുന്ന ഒരാൾക്ക്. രണ്ടാമത്, മനാഫ് അർജുന്റെ കുട്ടിയെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. മൂന്നാമത്, മനാഫ് അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. എന്തായാലും അത് ക്ലിക്കായി കേട്ടോ. മലയാളികൾ എന്തായാലും മനാഫിന് വേണ്ടി പണം പിരിക്കാനൊന്നും തയ്യാറല്ലെങ്കിൽ, ഞാൻ പ്രതീക്ഷിച്ചത് ക്ലൈമാക്സിൽ മനാഫിന് വേണ്ടി പിരിക്കടാ നമ്മുടെ ഇക്കാക്ക് വേണ്ടി പണം എന്ന് പറഞ്ഞ് മലയാളികളെല്ലാം കൂടെ പണം പിരിച്ച് ഇക്കാക്ക് ഒരു വീട്, ഒരു ലോറി, അർജുന് വേണ്ടി നമ്മുടെ സഹോദരന് വേണ്ടി നിന്ന മനാഫിക്കയ്ക്ക് ഇപ്പൊ ഇക്കയുടെ പോയത് മറ്റേ ഭാരത് ബെൻസ് ആണെങ്കിൽ ഇക്കയ്ക്ക് നിങ്ങൾ വോൾവോയുടെ ലോറി വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള പിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. പക്ഷെ ആ നടക്കാത്ത സംഭവം ഇപ്പൊ മനാഫിക്കയെ ഒന്ന് ക്ലിക്ക് ആയിട്ടുണ്ട്. യൂട്യൂബിൽ മനാഫിക്കയുടെ മറ്റേ വ്യൂസ് ഒക്കെ അടിച്ചടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നലെ 18K നിന്ന് 150K വന്നു. വൈകാതെ 1 മില്യൺ ആക്കി കൊടുക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും നന്മമരം മനാഫിക്ക നീണാൽ വാഴട്ടെ. നന്മമരം മനാഫിക്ക യൂട്യൂബിൽ കണ്ടന്റ് ഇട്ടോ, പക്ഷെ ഇനിയെങ്കിലും അർജുനെ ദയവ് ചെയ്ത് ഒഴിവാക്കണം. ആ കുടുംബം പറയുന്നത് പോലെ ഇതിനകത്ത് ഒരു പൊളിറ്റിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കുടുംബത്തിന്റെ വേദന മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സഹോദരൻ മുബീൻ എന്ന് പറയുന്ന ആ വ്യക്തി ഇത് മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അവരെക്കുറിച്ച് അവര് ആരോപണം ഒന്നും ഉന്നയിച്ചിട്ട് അയാളാണ് ഇതിനെല്ലാത്തിനും ആത്മാർത്ഥമായി കൂടെ നിന്നതെന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ സമയവും ഒരു ആത്മാർത്ഥത ഇല്ലാതെ ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോൾ മാത്രം കരയും. നിങ്ങൾ അപ്പുറത്ത് പോയി യൂട്യൂബിൽ ലൈവ് ഇടും, ട്രെജർ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും, പണം പിരിക്കും എന്നാണ് ആ കുടുംബത്തിന്റെ ആരോപണം എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ വേറെ കണ്ടന്റ് ഇട്ടോ, ദയവ് ചെയ്ത് അർജുനെ വിടണം, വെറുതെ വിടണം എന്ന് നമുക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കിത് നിർത്താം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമസ്കാരം.